വെഡ്ഡിങ് വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂം ഭയങ്കര തണുപ്പ് കേട്ടോ. ഉള്ളിൽ കയറിയാൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത തണുപ്പ്. ഇത് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ്റെയാണ് കേട്ടോ. ഇത് റിസോർട്ട് നിറയെ ഉണ്ട് കേട്ടോ. കുറേ വില്ലാസൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ചെക്കൻ്റെ വീട്ടുകാർക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിൽ കയറി ഭയങ്കര തണുപ്പിട്ടാണ്. ഞാൻ സ്വട്ടറൊക്കെ ഇട്ട് റെഡിയായി ഇരിക്കുകയാണ്. കാരണം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ രാവിലെ എണീച്ചപ്പോൾ ചെറിയ വെയിൽ കണ്ടു. പക്ഷെ ഭയങ്കര തണുപ്പിട്ടാണ്. ഞാൻ ചായ കുടിക്കാൻ പോണതാണ്. വിറച്ചിട്ടാണ് പോകുന്നത്. ചായ 5 മിനിറ്റിൽ തണുത്ത് ഐസ് കട്ട പോലെ ആയി മാറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നീട് ചൂടാക്കി പിന്നെയും കുടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി വരുമ്പോഴേക്കും എല്ലാവരും പോയി. അങ്ങനെ ഞാനും എൻ്റെ അമ്മയാണ് ലാസ്റ്റായിട്ട് കഴിച്ചത്. കുട്ടികളൊക്കെ ഒരുങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വാനിലാട്ടോ പോയത്. ബസ് നേരത്തെ പോയി. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് റെഡിയായത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് മണ്ഡപത്തിൽ കയറുന്ന സ്റ്റെപ്പ് കേട്ടോ. ഇത്രയും കയറിയ മണ്ഡപത്തിൽ. ഇതൊക്കെ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ മണ്ഡപമാണ് കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളിയാണ്. പക്ഷെ നടക്കണം. നമ്മൾ ബിരിയാണി കഴിച്ചാൽ മാത്രം പോരാ, കുറച്ച് നടക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നടന്നെത്തിയപ്പോഴുണ്ട് നല്ല തണുപ്പാണെങ്കിൽ ഇവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റോസ് മിൽക്ക് വാങ്ങി കുടിച്ചിട്ടോ. അപ്പോൾ